എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ചെയ്യുന്ന രീതികളാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് മെത്തേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കയറാണ് എടുക്കുന്നത്. അപ്പം ഈ ഒരു കയർ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്തതിന് ശേഷം ഇതിനെ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് എടുക്കണം. അപ്പോൾ ഇതാ ഏകദേശം ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇനി നമ്മൾ ഇതിന് ഒരു പെയിൻറ്റ് ചെയ്യുക. ഗ്രീൻ കളർ പെയിൻറ്റ് കൊടുക്കുക. അപ്പം ഗ്രീൻ കളർ പെയിൻറ്റ് മിക്സ് ചെയ്യുമ്പം കുറച്ച് വെള്ളം മിക്സ് ചെയ്തിട്ട് വേണം പെയിൻറ്റ് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഈ പീസസ് നമ്മൾ ഇതുപോലെ ഇങ്ങനെ നല്ല പോലെ ഈ ഗ്രീനിൽ ഒന്ന് കളർ ചെയ്ത് എടുക്കുക. അപ്പോൾ എല്ലാ നാരുകളിലും ആ ഒരു കളർ ആവുന്ന പോലെ ആ ഒരു രീതിയിൽ വേണം നമ്മൾ മിക്സ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇത് ഉണങ്ങാൻ വയ്ക്കാം. അപ്പോൾ ഇത് ഉണങ്ങി കഴിയുമ്പം നമ്മുടെ ഗ്രാസ് ഇതുപോലെയാണ് ഉണ്ടാവുക. ഇനി ഇതിനെ ചെറിയ ചെറിയ പീസസ് വേണമെങ്കിൽ ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് നമുക്ക് സ്റ്റിക്ക് ചെയ്യാവുന്നതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ നമുക്ക് വീണ്ടും സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ടും യൂസ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് നമുക്ക് ആർട്ടിഫിഷ്യൽ മോസ് എങ്ങനെ ഉണ്ടാക്കാം നോക്കാം. അപ്പം ഇതുപോലെയാണ് ഉണ്ടാവുക മോസ് ഉണ്ടാക്കിയതിന് ശേഷം. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്പോഞ്ചാണ് എടുക്കുന്നത്. നമ്മൾ സ്പോഞ്ച് ബ്രഷൊക്കെ ഉണ്ടാക്കുമ്പം ബാക്കി വരുന്ന ആ ഒരു സ്പോഞ്ചില്ലേ, അങ്ങനെ ഇങ്ങനത്തെ പീസസൊക്കെ ബാക്കി വരുന്നത് വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ സ്പോഞ്ചിനെ നമ്മൾ ചെറിയ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം. അപ്പോൾ മാക്സിമം ചെറുതായി കട്ട് ചെയ്യാൻ നോക്കുക. അപ്പോൾ നല്ല ഒറിജിനാലിറ്റി ഉള്ള മോസ് തന്നെ കിട്ടും. ഇനി നമ്മൾ ഗ്രീൻ പെയിൻറ്റ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സ്പോഞ്ച് മൊത്തമായിട്ട് അബ്സോർബ് ആവുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൽ കളറ് ഫുള്ളായിട്ട് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് എടുത്തിട്ട് ഒന്ന് ഉണങ്ങാൻ വയ്ക്കാം. അപ്പം ഉണങ്ങി കഴിയുമ്പോൾ നമുക്ക് ഒറിജിനൽ ഒരു മോസായിട്ട് തന്നെ കിട്ടും. നമുക്ക് ആ ഉണങ്ങിയതിന് ശേഷം വേണമെങ്കിൽ ചെറിയ ചെറിയ പീസസ് ആയിട്ട് വീണ്ടും കട്ട് ചെയ്യാം. ഞാൻ പറഞ്ഞ പോലെ പൊടി പോലെ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. തേർഡ് മെത്തേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചകിരിയാണ് എടുക്കുന്നത്. ഈ ഒരു ചകിരീനെ ഇതുപോലെ നമ്മൾ നേരത്തെ ഒക്കെ ചെയ്ത പോലെ തന്നെ ഇങ്ങനെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം.
അപ്പോൾ ഇതിൽ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് ആ ചകിരിയുടെ ഏറ്റവും എൻഡിലത്തെ ആ ഒരു ഭാഗം കട്ട് ചെയ്താൽ കുറച്ച് ഹാർഡായിരിക്കും. അപ്പോൾ അതെടുക്കണ്ട. അതിൻ്റെ ബാക്കി ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ള ആ ഒരു പീസസാണ് നമ്മൾ എടുത്തിട്ട് ഗ്രാസ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതായത് ഈ ചകിരീനെ നമ്മൾ വീണ്ടും ചെറിയ ചെറിയ പീസസായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്കിതിൽ പെയിൻറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ എടുത്ത പെയിൻറ്റ് ഡാർക്ക് ഗ്രീൻ ആയിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ലൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് യെല്ലോ കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നേരത്തെയൊക്കെ ചെയ്ത പോലെ കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ടാണ് നമ്മളിത് മിക്സ് ചെയ്യേണ്ടത്. മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിത് ഉണക്കാൻ വയ്ക്കാം. അപ്പോൾ ഇത് ഉണങ്ങി കഴിയുമ്പം ഇങ്ങനെയാണ് ഉണ്ടാവുക. നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് എടുക്കാം. ഇനി നമുക്ക് പേപ്പറിനെ കൊണ്ടൊരു ഗ്രാസ് ഉണ്ടാക്കാം. പേപ്പറിനെ കൊണ്ട് ഗ്രാസ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇതുപോലെ ഒരു സ്ട്രിപ്പ് എടുത്തിട്ടുണ്ട്. ആ ഒരു സ്ട്രിപ്പ് ഏകദേശം നമുക്ക് ഗ്രാസിന് എത്ര നീളം വേണോ അതിനനുസരിച്ചിട്ടുള്ള ഒരു സ്ട്രിപ്പാണ് എടുക്കുന്നത്. എന്നിട്ട് ഞാൻ അതിന് ഗ്രീൻ കളർ കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രീൻ പേപ്പർ ഉണ്ടല്ലോ, കളർ പേപ്പർ ഇല്ലേ, അത് വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ ഞാനിപ്പം മാർക്കർ വെച്ചിട്ടൊന്ന് ഗ്രീൻ കളർ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു ചെറിയ പീസ് സ്ക്വയർ പീസിലാണ് ഗ്രാസ് കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം ആ ഒരു ഗ്രീൻ കളർ കൊടുത്ത അത്രയും ഭാഗം മാത്രം നമ്മൾ കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ പോയിൻറ്റഡ് ആയിട്ട് ട്രയാങ്കിൾ ഷേപ്സ് പോലെ കട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ പേപ്പർ കൊണ്ടുള്ള ഗ്രാസ് റെഡി ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് മെത്തേഡ് ചെയ്യാൻ വേണ്ടിയിട്ടും ഞാൻ ഇതുപോലെ ഒരു സ്ക്വയർ പീസ് കളർ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി അതിനെ ഒന്ന് ഹാഫായിട്ട് കട്ട് ചെയ്യുക. കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ അതിനെ ഇങ്ങനെ ഒന്ന് റോൾ ചെയ്തെടുക്കുക. അപ്പം എടുക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ഗ്രാസിൻ്റെ ഒരു ഫോം കിട്ടും. നമുക്ക് ആവശ്യമുള്ള അത്രയും നമുക്ക് റോൾ ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ഈ 2 പീസും കൂടെ ഒരുമിച്ചിട്ട് റോൾ ചെയ്തിട്ട് ഒറ്റ പീസാക്കിയിട്ടാണ് മാറ്റുന്നത്. അപ്പോൾ ഇത് നമുക്കിങ്ങനെ സ്റ്റാൻഡിങ് ഗ്രാസ് ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഗ്രാസിൻ്റെ ഐഡിയാസൊക്കെ മെയിനായിട്ട് സ്കൂൾ കുട്ടികൾക്കൊക്കെ പ്രൊജക്ട്സിലൊക്കെയാണ് മെയിനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുക. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു, യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം. അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ നമുക്കിനി വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ ഈ തരുന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്.